ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിന്റെ 28-ാം ദിവസത്തെ ചിന്ത. തന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്നവർ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്ന പാദ്രെ പിയോ അവർക്കായി വലിയ പരിഹാരങ്ങളും പ്രായശ്ചിത്തവും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഒരിക്കൽ ന്യൂയോർക്കിൽ നിന്ന് വന്ന ചാൾസ് എന്ന യുവാവ് പിയോ അച്ഛന്റെ അടുക്കൽ കുമ്പസാരത്തിന് അണഞ്ഞു. അദ്ദേഹം അയാളെ കുമ്പസാരിപ്പിച്ചില്ല. ചാൾസ് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരം വന്നത് അങ്ങയുടെ പക്കൽ കുമ്പസാരിക്കാനാണ്. പിയോ അച്ഛൻ മറുപടി നൽകി, പോയി പൂർണ്ണ മനസ്താപത്തോടെ വന്നാൽ ഞാൻ കുമ്പസാരം കേൾക്കാം. അയാൾ പോയി 2 വർഷത്തിനു ശേഷം തിരികെ വന്നു. കണ്ട മാത്രയിൽ പിയോ അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്കായി 2 വർഷമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. അയാൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് തീക്ഷ്ണമതിയായിരുന്ന പാദ്രെ പിയോ അവർക്കായി തന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്ന ഓരോ ആത്മാവിനു വേണ്ടിയും പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് രക്ഷ പ്രാപിക്കാൻ സഹായിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈ നോമ്പുകാലത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ത്യാഗങ്ങൾ എടുത്തുകൊണ്ടും അവരുടെ ആത്മാക്കളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ.